ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വിശദമായി. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കേരളവും കേന്ദ്ര സർക്കാരും തമ്മിൽ ചർച്ച. ഡൽഹിയിലെ ചർച്ചയിൽ ധനമന്ത്രി KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘമാണ് പങ്കെടുക്കുന്നത്. ഔദ്യോഗിക തിരക്കുകൾ കാരണം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുക്കുന്നില്ല. കേന്ദ്രവുമായുള്ള ചർച്ച പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ഡൽഹിയിൽ പറഞ്ഞു. വളരെ വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടെ ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ എല്ലാം തമ്മിലുള്ള ബന്ധത്തിൽ കോടതി ഇടപെട്ട് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയാണ് ഈ ചർച്ച എന്ന് പറഞ്ഞ് ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. അജണ്ട എല്ലാം അങ്ങനെ ഓരോന്നും തീരുമാനിച്ചിട്ടല്ല. ഇവിടെ വന്ന വിഷയങ്ങളും കോടതി വന്ന വിഷയങ്ങളും തമ്മിൽ ആമിക്കബിളായിട്ട് രണ്ട് കൂട്ടർക്കും എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ചേർന്ന് പോകേണ്ടതാണല്ലോ. യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ആ സ്പിരിറ്റാണ് ഞങ്ങളും കാണുന്നത്. ഏതെങ്കിലും ഒരു ഇളവല്ല. ഈ ഓരോ സംസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ റവന്യൂ വർദ്ധിക്കണം, കൂടുതൽ വികസനം ഉണ്ടാകണം, അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതൽ തൊഴിലവസരം ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ടുള്ള മൂലധനം വേണം, അതിനു വേണ്ടിയിട്ടുള്ള പണം വേണം. അതിന് പലതരത്തിലുള്ള ഭരണപരമായ കാര്യങ്ങളുണ്ട്. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, 2.5 മണിക്കൂറിലേക്ക് അടുക്കുകയാണ് ഈ ചർച്ച ആരംഭിച്ചിട്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിലടക്കമുള്ള സംസ്ഥാനത്തിന്റെ നിരാശ, ഈ കാര്യങ്ങളെല്ലാം കേരളം പങ്കുവെക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും ചർച്ച ഇപ്പോഴും തുടരുക തന്നെയാണ്. നമുക്ക് വിവരങ്ങളൊന്നും ലഭ്യമാകാൻ സാധ്യതയില്ല. പക്ഷേ ഇതിന്റെ പ്രതീക്ഷ എങ്ങനെയാണ് എന്നതൊക്കെ മന്ത്രി നേരത്തെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. എന്താണ് വിവരങ്ങൾ? അനുജ, ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സുപ്രീം കോടതിയാണ് ഈ ചർച്ചകളുടെ ഒരു വഴി ഇരു കൂട്ടർക്ക് മുന്നിലേക്ക് തുറക്കുന്നത്. അതിൽ കേരളവും കേന്ദ്രവും ഒരുപോലെ സമ്മതം അറിയിച്ചു. തുടർന്നാണ് ഈ ചർച്ച ഇപ്പോൾ 2.5 മണിക്കൂറിലേക്ക് കടക്കുന്നത്. 4:15 ചർച്ചകൾ ഇവിടെ ആരംഭിച്ചത്. കേരളത്തിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലും അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം, ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ, അഡ്വക്കേറ്റ് ജനറൽ തുടങ്ങിയവരാണ് കേരളത്തിൽ നിന്നും ഈ ചർച്ചയുടെ ഭാഗമാകുന്നത്. കേന്ദ്രത്തിൽ നിന്നും ധനകാര്യ സെക്രട്ടറിയാണ് ഈ ചർച്ചയുടെ ഭാഗമായി ഉള്ളത്. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. രാവിലെ ഇതുമായി ബന്ധപ്പെട്ട ധനമന്ത്രി പ്രതികരിച്ചത് പ്രതീക്ഷയോടെ തന്നെയാണ് ഈ ചർച്ചയെ ഉറ്റുനോക്കുന്നത്. കാരണം കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അത് ഇന്ന് കേന്ദ്രത്തെ അറിയിക്കും. മറിച്ച് ഇളവ് തേടിയല്ല, പകരം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അവകാശങ്ങൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു ചർച്ച നടത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയായിരിക്കും പൊതുവെ ഈ ചർച്ചയിൽ ഉയർന്നു വരിക എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല. അത് ഒരുപക്ഷെ ഈ ചർച്ചയ്ക്ക് ശേഷം KN ബാലഗോപാൽ മാധ്യമങ്ങളോട് വിശദീകരിക്കും. നിലവിൽ ഈ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കാര്യങ്ങളും, അതായത് പൊതുവെ 26,000 കോടി രൂപ അനുവദിക്കണമെന്നൊരു ആവശ്യം കേരളം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിന് പുറമെ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും കടം അത് കേരളത്തിൻ്റെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയത് പിൻവലിക്കണമെന്ന ആവശ്യം കൂടി കേരളം ഈ ചർച്ചയുടെ ഭാഗമായി മുന്നോട്ട് വയ്ക്കും. എന്തായാലും ഈ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് കേന്ദ്രം വഴങ്ങിയാൽ അത് സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒന്നാണ്. അല്ലെങ്കിൽ അത് വീണ്ടും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നുകൂടിയാണ്. എന്തായാലും ചർച്ചയിലെ തീരുമാനങ്ങൾ അത് തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയിലും അറിയിക്കും. തുടർന്ന് ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഈ ഹർജിയിൽ, കേരളത്തിൻ്റെ സ്യൂട്ട് ഹർജിയിൽ ഉണ്ടാവുക. അനുജ, ശരി. ധനപ്രതിസന്ധിയിലാണ് ഇപ്പോൾ കേരള സർക്കാർ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തുന്നത്. 2.5 മണിക്കൂറാകുന്നു ഈ ചർച്ച ആരംഭിച്ചിട്ട്. എന്താകും ചർച്ചയിൽ ഉരുത്തിരിയുന്ന ധാരണ എന്നതിലൊക്കെ തീരുമാനങ്ങൾ അറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ധനമന്ത്രി ഈ ചർച്ചയ്ക്ക് ശേഷം KN ബാലഗോപാൽ മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഇലക്ടറൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധം. ഇലക്ടറൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി. ഇലക്ടറൽ ബോണ്ടുകൾ വഴിയുള്ള ധനസമാഹരണം സുപ്രീംകോടതി റദ്ദാക്കി. അജ്ഞാതനായി നിന്ന് പണം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, വിവരാവകാശ നിയമത്തിന് വിരുദ്ധമാണ് ബോണ്ടെന്നും കോടതി കണ്ടെത്തി. 5-അംഗ ബെഞ്ച് 2 വിധി എഴുതിയെങ്കിലും രണ്ടും ബോണ്ട് റദ്ദാക്കുന്നതിനെ അനുകൂലിച്ചു. ഇലക്ട്രൽ ബോണ്ടുകൾ നിലവിൽ വന്ന 6 വർഷത്തിനു ശേഷമാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി. കോടതിയുടെ കണ്ടെത്തലുകൾ ഇങ്ങനെ: ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ്. അജ്ഞാതനായി നിന്ന് പണം നൽകുന്നത് കൈക്കൂലിയായി മാറാം. ഇലക്ട്രൽ ബോണ്ടുകൾ ഭരിക്കുന്ന പാർട്ടികൾക്ക് മാത്രം നേട്ടമാകുമെന്ന ഹർജിക്കാരുടെ വാദം നിലനിൽക്കും. പണം നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ ബാങ്കിനോ പാർട്ടികൾക്കോ അവകാശമില്ല. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന, BR ഗവായി, JB പർദിവാല, മനോജ് മിശ്ര എന്നിവർ അടങ്ങുന്ന 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. SBI പുറപ്പെടുവിക്കുന്ന ഇലക്ട്രൽ ബോണ്ടുകളാണ് ഇതുവരെ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങി വന്നിരുന്നത്. ഇതുവരെ വിറ്റ മുഴുവൻ ബോണ്ടുകളുടെയും വിവരങ്ങൾ അറിയിക്കാൻ സുപ്രീം കോടതി SBIയോട് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികളുടെ ധനസമാഹരണത്തിന് ഏറ്റവും സുതാര്യമായ മാർഗമാണ് ഇലക്ട്രൽ ബോണ്ട് എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം.
കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് വിധിയെന്ന് ഹർജിക്കാർ. അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടനയ്ക്ക് പുറമെ കോൺഗ്രസും CPIM-ഉം ഉൾപ്പെടെയുള്ള പാർട്ടികളാണ് കോടതിയെ സമീപിച്ചത്. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ BJPക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് ഇലക്ടറൽ ബോണ്ടുകൾ റദ്ദാക്കിയ സുപ്രീം കോടതി വിധി. ബോണ്ടിലൂടെ ഏറ്റവും കൂടുതൽ പണം വാങ്ങിയത് BJPയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കുതിരക്കച്ചവടത്തിനും ബോണ്ടിലൂടെ ലഭിച്ച തുക BJP ഉപയോഗിച്ചുവെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിച്ചു. കൈക്കൂലി വാങ്ങാനുള്ള മോദി സർക്കാരിന്റെ വഴിയാണ് ഇലക്ടറൽ ബോണ്ടെന്ന് കോടതി വിധിയിലൂടെ തെളിഞ്ഞുവെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. 10 വർഷത്തിനിടെ കേന്ദ്ര സർക്കാരിനും BJPക്കും സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇലക്ട്രൽ ബോണ്ട് കേസിലെ വിധി. പ്രതിപക്ഷ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് സുതാര്യമെന്നും കള്ളപ്പണം തടയാൻ കഴിയുമെന്നും അവകാശപ്പെട്ടാണ് BJP 2018-ൽ ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത്. എന്നാൽ ഭരണഘടനാ വിരുദ്ധമെന്ന സുപ്രീം കോടതി വിധി പ്രതിപക്ഷ ആരോപണങ്ങളെ ശരിവെക്കുന്നു. This is a welcome verdict by the Supreme Court bench, and it's a unanimous verdict, and therefore it is historic that what we had maintained from day one, and amongst the major political parties, CPIM is the only party that refused to accept electoral bonds. So we are satisfied that our petition has been upheld by the court. ബോണ്ടിലൂടെ ലഭിച്ച സംഭാവനയുടെ സിംഹഭാഗവും കൈപ്പറ്റിയത് BJPയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ BJPയുടെ മൊത്തം സംഭാവന 2120 കോടി രൂപയായിരുന്നു. ഇതിൽ 61% ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്നാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച പാർട്ടിയുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കോൺഗ്രസിന് കിട്ടിയതിന്റെ 7 ഇരട്ടി തുകയാണിത്. BJPക്ക് കൈക്കൂലിയും കമ്മീഷനും വാങ്ങാനുള്ള വഴിയാണ് ഇലക്ട്രൽ ബോണ്ടെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് ബോണ്ടുകളുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവന്നാൽ അത് BJPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. 24 ഡൽഹി. കൂടുന്ന വില വലയുന്ന ജനം. പൊതുവിപണിയിലെ വിലവർധന അനുസരിച്ച് ഇനി മുതൽ സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വിലയും വർദ്ധിക്കും. സബ്സിഡി കുറയ്ക്കുന്നത് ജനങ്ങൾക്ക് ബാധ്യതയാകുമെന്ന് വ്യക്തമായി. സബ്സിഡി കുറച്ചതോടെ പയർ, പരിപ്പിനങ്ങൾക്ക് 19 മുതൽ 31 രൂപ വരെയാണ് വർദ്ധിക്കുക. 2016 മുതൽ നിശ്ചിത വിലയാണ് സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങൾക്ക് ഈടാക്കിയിരുന്നത്. പൊതുവിപണിയിൽ വില വർദ്ധിച്ചാലും ഇതിന് മാറ്റമുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇനി മുതൽ പൊതുവിപണിയിലെ വിലവർധനയ്ക്ക് അനുസൃതമായി സബ്സിഡി സാധനങ്ങളുടെ വിലയും വർദ്ധിക്കും. 3 മാസത്തിലൊരിക്കൽ വിപണി വില പരിശോധിച്ച് വില നിശ്ചയിക്കും. സബ്സിഡി കുറയ്ക്കാനുള്ള തീരുമാനമെടുത്തതോടെ 13 അവശ്യ സാധനങ്ങൾക്കും വില വർദ്ധിക്കുകയാണ്. ചെറുപയർ കിലോഗ്രാമിന് 74 രൂപയിൽ നിന്ന് 93 രൂപയായി ഉയർന്നു. ഉഴുന്ന് 66 നിന്ന് 95 രൂപയായും വൻകടല 43 നിന്ന് 70ആയും വൻപയർ 45 നിന്ന് 76ആയും വർദ്ധിക്കും. തുവരപ്പരിപ്പ് 45 നിന്ന് 111 രൂപയായി. മുളക് അര കിലോയ്ക്ക് 82 രൂപ നൽകണം. പഞ്ചസാര 22 രൂപയിൽ നിന്ന് 28ആയും വെളിച്ചെണ്ണ അര കിലോ 46 നിന്ന് 55ആയും വർദ്ധിച്ചു. ജയ അരി 29, കുറുവ 30, മട്ടയരി 30, പച്ചരി 26 എന്നിങ്ങനെയാണ് പുതിയ നിരക്ക്. സപ്ലൈകോയെ നിലനിർത്താനാണ് പുതിയ തീരുമാനമെന്ന മന്ത്രി GR അനിൽ. ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ, എന്നാൽ ലാഭത്തിലേക്കല്ല, ചെറിയ മാറ്റം വരുത്തിയാൽ അതിൻ്റെ നഷ്ടം പരമാവധി കുറയ്ക്കാൻ കഴിയും. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വലിയ ആശ്വാസം പകരുന്ന ഒരു കേന്ദ്രമായി തുടരാൻ കഴിയുന്ന സ്ഥിതി വരും. 28% സബ്സിഡി അനുവദിച്ചാൽ മതിയെന്നായിരുന്നു ഇതേക്കുറിച്ച് പഠിച്ച സമിതി റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഇത് വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന് വിലയിരുത്തിയാണ് മന്ത്രിസഭാ യോഗം 35% സബ്സിഡി അനുവദിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ പാവപ്പെട്ടങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സാധനം വാങ്ങി കൊണ്ടുപോയി ജീവിക്കണങ്ങളാണ്. അപ്പൊ ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങണം, ജീവിക്കണ്ടേ. സാധാരണക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ അങ്ങനെ ആയതുകൊണ്ട്. ഇപ്പൊ സബ്സിഡി ഉള്ള സാധനമില്ല. നമ്മളും സാധാരണക്കാർ ജീവിക്കുന്നത് ഇപ്പൊ ഈ മാവേലി സ്റ്റോറും ഒക്കെ ആശ്രയിച്ചിട്ടല്ലേ. അതൊന്നും ഇല്ല. ഇപ്പോ 70% വരെ സബ്സിഡിയാണ് നിലവിൽ നൽകി വന്നത്. 24 തിരുവനന്തപുരം. ഇനിയും ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഡൽഹിയിൽ അനിശ്ചിതകാല സമരം തുടരുന്ന കർഷകരുമായി കേന്ദ്ര സർക്കാർ നടത്തുന്ന നിർണായക ചർച്ച അല്പസമയത്തിനകം. കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ടെ, പീയൂഷ് ഗോയൽ, നിത്യാനന്ദ റായ് എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. ചർച്ച കഴിയും വരെ സമാധാനപരമായി പ്രതിഷേധിക്കാനാണ് കർഷകരുടെ തീരുമാനം. നിതിൻ അംബുജൻ ശംഭുവിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി. നിതിൻ, ഇന്നത്തെ ചർച്ചയും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എന്ത് തീരുമാനം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചയുടെ മുന്നോട്ട് പോക്ക് എങ്ങനെ എന്നത് കർഷകർ തീരുമാനിക്കുക. എന്താണ് ചർച്ചയുടെ വിവരങ്ങൾ?
അനുജ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇന്നത്തെ ചർച്ചയുടെ ഒരു തീരുമാനം അനുസരിച്ചാകും കർഷക സമരത്തിന്റെ ഭാവി നിശ്ചയിക്കുക. എന്തായാലും സമരം മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് ഇതുവരെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കാരണം MSPയിൽ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കും വരെ സമരവുമായി മുന്നോട്ട് പോകും. ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടാൽ കർഷകർ ഡൽഹിയിലേക്ക് പോകും എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടയിൽ ഇന്ന് ശംഭുവിലേക്ക് കൂടുതൽ കർഷകർ, പഞ്ചാബിൽ നിന്നുള്ള കൂടുതൽ കർഷകർ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നിരവധി ട്രാക്ടറുകളുമായാണ് കർഷകർ ഇപ്പോൾ ശംഭു അതിർത്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായി സമാധാനപരമായി തന്നെയാണ് ഇന്നത്തെ ശംഭുവിലെ സമരം മുന്നോട്ട് പോകുന്നത്. പോലീസും അതോടൊപ്പം തന്നെ കർഷകരും തമ്മിൽ കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം ഏറ്റുമുട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ചർച്ച നിശ്ചയിച്ച ഒരു പശ്ചാത്തലത്തിൽ സമാധാനപരമായി സമരം മുന്നോട്ട് പോകുന്നു. ഇന്ന് യാതൊരു തരത്തിലൊരു കണ്ണീർവാത പ്രയോഗമോ മറ്റ് തരത്തിലുള്ളൊരു നടപടികളോ പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. കർഷകർ കൂടുതൽ പേർ ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്ത് തരം തീരുമാനം സ്വീകരിച്ചാലും, ഇനി ചർച്ച പരാജയപ്പെട്ടാലും ഈ പോലീസിന്റെ എല്ലാ നിയന്ത്രണങ്ങളെ മറികടന്ന് തങ്ങൾ മുന്നോട്ട് പോകും എന്നൊരു പ്രഖ്യാപനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം ചണ്ഡീഗഡിലെ പഞ്ചാബ് ഭവനിൽ ചർച്ച ആരംഭിക്കും. ഏതാണ്ട് 14 കർഷക സംഘടനാ പ്രതിനിധികൾ ഇതിനകം തന്നെ ചണ്ഡീഗഡിലെ പഞ്ചാബ് ഭവനിൽ എത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ ചർച്ച ആരംഭിക്കും. നേരത്തെ 2 തവണ ചർച്ച നടത്തിയെങ്കിൽ പോലും അതെല്ലാം തന്നെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ചർച്ച പരാജയപ്പെട്ടത് താങ്ങുവിലയിൽ ഒരു നിയമനിർമ്മാണം ഉറപ്പാക്കുക എന്ന കർഷകരുടെ ആവശ്യം അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. ഒരു സമിതി രൂപീകരിക്കാമെന്നായിരുന്നു കർഷകർ മുമ്പാകെ തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം. പക്ഷേ അതിനോടൊപ്പം തന്നെ കർഷക സംഘടനകൾ ഒരു തരത്തിൽ പോലും അംഗീകരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതേ തീരുമാനം ഇന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കർഷക സംഘടനകൾ ഇതുവരെ സ്വീകരിച്ച നിലപാട്. എന്തായാലും ശംഭുവിലേക്ക് കൂടുതൽ കർഷകർ എത്തുന്നു. ഇന്ന് നിരവധി കർഷകർ പഞ്ചാബിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ട്രാക്ടറുകളുമായാണ് എത്തിയിരിക്കുന്നത്. ചർച്ച കർഷകരുടെ ആവശ്യങ്ങൾ വഴങ്ങിക്കൊണ്ട് കേന്ദ്ര സർക്കാർ MSPയിൽ ഒരു നിയമനിർമ്മാണം ഉറപ്പ് നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കർഷകരുടെ സമരം ഇവിടെ നിന്ന് അവസാനിക്കും. അവർ തിരികെ വീടുകളിലേക്ക് പോകും. എന്തായാലും 6 മാസത്തേക്കുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളുമായാണ് ഇപ്പോൾ കർഷകർ ശംഭു അടക്കം വിവിധ അതിർത്തികൾ എത്തിയിരിക്കുന്നത്. കൂടാതെ സിംഗ് ഉൾപ്പെടെയുള്ള വിവിധ അതിർത്തികളും സമാനമായി തന്നെ പോലീസിന്റെ അടക്കം നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി, കർഷക സംഘടനാ പ്രതിനിധികളുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ ചർച്ച അത് അല്പസമയത്തിനകം ആരംഭിക്കും. ചണ്ഡീഗഡിലെ പഞ്ചാബ് ഭവനിലാണ് ചർച്ച. വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ് ഇന്ന് 3ാം ഘട്ട ചർച്ച നടക്കാനുള്ളത്. 5ാം ദിവസവും പിടിതരാതെ ബേലൂർ മഖ്ന. മാനന്തവാടിയിലെ ആളെക്കൊല്ലി മോഴയാനയെ മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമം 5ാം ദിനവും ഫലം കണ്ടില്ല. തോൽപ്പെട്ടി വനമേഖലയിലെ മാനിവയലിലും കുതിരക്കോടും ഉൾപ്പെടുന്ന ഭാഗങ്ങളിലാണ് ബേലൂർ മഖ്ന നിലയുറപ്പിച്ചിട്ടുള്ളത്. ദൗത്യത്തിൽ പങ്കെടുക്കാൻ കർണാടക വനംവകുപ്പ് സംഘം വയനാട്ടിലെത്തി. ബേലൂർ മഖ്നയോടൊപ്പം മോഴയാനയുള്ളത് ദൗത്യത്തിന് വെല്ലുവിളിയാണ്. ആന കാട്ടിലേക്ക് നീങ്ങുന്നതും ദൗത്യം ദുഷ്കരമാക്കുന്നു. വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ നാളെ ദൗത്യ സംഘത്തിന്റെ ഭാഗമാകും. ദൗത്യം തുടരുമെന്നും ദൗത്യം അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ലെന്നും വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. മയക്കുവെടി വയ്ക്കുന്നതിന് കാലതാമസം ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ, റവന്യൂ, പോലീസ് വകുപ്പുമായി ചേർന്ന് പുതിയ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആദ്യം മന്ത്രി പറഞ്ഞതിലേക്ക്. വനംവകുപ്പിൻ്റെ കൂടെ ചേർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിനും പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ യോഗത്തിൽ അവരില്ലായിരുന്നു. അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, റവന്യൂ വകുപ്പ്, പോലീസ്, വനംവകുപ്പ് എന്നിവരുടെ ഒരു കൂട്ടായ്മയാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുക. മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് കൊടുക്കുന്നതിലുൾപ്പെടെ കാലതാമസം ഒഴിവാക്കാൻ അത് ത്വരിതപ്പെടുത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. വളരെ കാര്യക്ഷമമായി തന്നെ ആ ശ്രമം തുടർന്നുകൊണ്ട് പോകും. അത് അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ല. വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. ദൗത്യം സംബന്ധിച്ച വിശദാംശങ്ങളുമായി സുർജിത് അയ്യപ്പത്തും ഒപ്പം സർക്കാരിന്റെ ഇടപെടൽ എങ്ങനെയാണ് എന്നതിൽ MG പ്രതീഷും തത്സമയം. ആദ്യം സുർജിത് അയ്യപ്പത്തിലേക്ക്. സുർജിത്ത്, ഇന്നും ദൗത്യം എങ്ങും എത്തിയിട്ടില്ല. ഇന്നത്തെ ദൗത്യവും അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ കുറച്ചുകൂടി കാര്യക്ഷമമാക്കുകയാണ് മന്ത്രി പറഞ്ഞതുപോലെ. അതായത് കർണാടക സംഘം ചേരുന്നു. നാളെ മുതൽ ഡോക്ടർ അരുൺ സക്കറിയും ഈ സംഘത്തിന്റെ ഭാഗമാവുകയാണ്. ഏതായാലും ഏത് തരത്തിലേക്ക് കാര്യക്ഷമമാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാളെ രാവിലെ തന്നെ, അതായത് പുലർച്ചെ തന്നെ ഈ സംഘത്തിന്റെ ഭാഗമാകാൻ ഡോക്ടർ അരുൺ സക്കറിയ എത്തും. ഇതിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അദ്ദേഹം കൂടി ഈ സംഘത്തിന്റെ ഭാഗമാകുന്നതോടെ കുറെ കൂടി കരുത്തുറ്റ രീതിയിൽ ഒരു തിരച്ചിൽ ഉൾപ്പെടെ സാധ്യമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പിന് ഉള്ളത്. ഒപ്പം തന്നെ കർണാടകയിൽ നിന്നും റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ 25-അംഗ സംഘം ഇന്ന് ഉച്ചയോടുകൂടി തിരുനെല്ലിയിൽ എത്തുകയും ഈ ദൗത്യത്തിന്റെ ഭാഗമായി 3 ഗ്രൂപ്പുകളിൽ
ഈ 3 ഗ്രൂപ്പുകളിലും ഈ സംഘത്തിന്റെ സാന്നിധ്യമുണ്ട്. അവർ കൂടി ഇതിന്റെ ഭാഗമായതോടുകൂടി അവർക്ക് കുറെ കൂടി ഈ ബേലൂർ മകനെ സംബന്ധിച്ചുള്ള വിവരം കൃത്യമായ രീതിയിൽ അറിയാം. 16 ദിവസം ട്രാക്ക് ചെയ്ത ശേഷമാണ് അവർക്ക് ഈ ബേലൂർ മകനെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിഞ്ഞത്. സ്വാഭാവികമായും ആ ഒരു അനുഭവ സമ്പത്ത് ഈ ഇതിനെ പിടികൂടാനുള്ള ദൗത്യത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും വനം വകുപ്പിനുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചെ 5 മണിയോടുകൂടിയാണ് തെരച്ചിൽ ആരംഭിച്ചത്. ഇന്ന് ഈ ആന ഉള്ളത് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ തോൽപ്പെട്ടി റേഞ്ചിന്റെ ഭാഗമായ വയനാട് വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ട ആ പ്രദേശത്ത് തന്നെയാണ്. കുതിരത്തോട് അതോടൊപ്പം തന്നെ ഈ ഇരുമ്പുപാലം ഉൾപ്പെടെയുള്ള മേഖലയിൽ വരുന്ന വനമേഖലയ്ക്കുള്ളിൽ തന്നെയാണ് ഈ ആനയുടെ സാന്നിധ്യം ഉള്ളത്. ആനയുടെ അടുത്തേക്ക് 100 മീറ്റർ പരിധി വരെ അടുത്തേക്ക് എത്താൻ വനം വകുപ്പിന് കഴിഞ്ഞിരുന്നു. പക്ഷേ അതിനെ മയക്കുവെടി വെക്കാൻ മാത്രം കഴിയാത്ത ഒരു സാഹചര്യമാണ്. അത് അടിക്കാടും അതോടൊപ്പം തന്നെ ഇടതൂർന്ന വനപ്രദേശമാണ്. അതൊക്കെ തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മോഴയാണ് ആനയുടെ സാന്നിധ്യം ഇന്നും ഉണ്ട് ഈ ആനയ്ക്കൊപ്പം എന്നുള്ള കാര്യമാണ് വ്യക്തമാവുന്നത്. ഈ ഹെലിക്യാം ഉപയോഗിച്ചുള്ള നിരീക്ഷണവും ഇന്ന് തടസ്സപ്പെട്ടു. കാരണം ഇടതൂർന്ന കാടുകൾക്കിടയിൽ വേഗത്തിൽ ഈ ആനകൾ മാറി മറിയുകയാണ്. അതാണ് പ്രതിസന്ധി. നാളെയും ദൗത്യം തുടരും. പ്രതീക്ഷയുണ്ട് വനം വകുപ്പിന്, നാട്ടുകാർക്ക്. ശരി, ഒപ്പം എം ജി പ്രതീഷിലേക്ക് കൂടി പോകുന്നു. പ്രതീഷ്, ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്നലെ പന്തം കൊളുത്തി പ്രതിഷേധം കണ്ടു. അവിടുത്തെ ജനങ്ങളൊക്കെ വലിയ ഭീതിയിലാണ്. ആ പ്രതിഷേധത്തിൻ്റെ ഫലമായി കൂടിയുള്ളൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെ നിയന്ത്രണങ്ങൾ സർക്കാർ കൊണ്ടുവരുന്നുണ്ട് മേഖലയിൽ, പ്രത്യേകിച്ച് ഈ റിസോർട്ടുകളുമായി ബന്ധപ്പെട്ടൊക്കെ, കൂടാതെ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുക എന്നതടക്കം എന്തൊക്കെ നടപടികൾ? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി ജനപ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. മുഖ്യമന്ത്രിയും വനമന്ത്രിയുടെയും നേതൃത്വത്തിലായിരുന്നു വയനാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ ജനങ്ങളുടെ ആശങ്കയടക്കം ജനപ്രതിനിധികൾ സർക്കാരിനെ ധരിപ്പിച്ചിട്ടുണ്ട്. ഈ വന്യജീവി ആക്രമണം തടയുന്നതിനും അതിനെ പ്രതിരോധിക്കുന്നതിനും കൂടുതൽ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുമെന്നതാണ് ഈ യോഗത്തിൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട്ടിൽ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുമെന്നതാണ്. CCF റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ആയിരിക്കും ഈ വയനാട്ടിൽ നിയമിക്കുന്നത്. ഈ മയക്കുവെടി വയ്ക്കുന്നതിലെ കാലതാമസം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് ഈ ജനപ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലതാമസം പരിഹരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളും. ഇതിന് കേന്ദ്രവുമായി അടക്കം CCFന് കൂടുതൽ അധികാരം നൽകുന്ന കാര്യങ്ങളിലടക്കം കേന്ദ്രവുമായി ചർച്ച നടത്തുമെന്നതാണ് പ്രധാനമായും മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രമല്ല കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കും കൂടുതൽ നടപടികളിലേക്കും കൂടി സർക്കാർ പോകുന്നുവെന്നും ഇന്നത്തെ യോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് ഈ വയനാട്ടിലെ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ കേന്ദ്രീകരിച്ച്, റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് DJ പാർട്ടികൾ അടക്കം നിയന്ത്രണം കൊണ്ടുവരാനുള്ള ഒരു തീരുമാനവും ഇന്നത്തെ യോഗത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വന്യജീവി ആക്രമണം തടയുന്നതിന് റവന്യൂ വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും തദ്ദേശ വകുപ്പിന്റെയും നേതൃത്വത്തിൽ സംയുക്തമായ പ്രവർത്തനങ്ങൾ നടത്തും. ഒപ്പം ഈ അടിക്കാടുകൾ ഉൾപ്പെടെ ഈ നവീകരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിനും തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലും കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പോരായ്മകളും ജനങ്ങളുടെ ആശങ്കകളും എത്രയും വേഗം പരിഹരിക്കുമെന്ന നിർദ്ദേശം അല്ലെങ്കിൽ ആ ഒരു ഉറപ്പാണ് ഈ യോഗത്തിൽ നൽകിയത്. ബേലൂർ മഗ്ന ദൗത്യം കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. ഒപ്പം സർക്കാർ ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. മന്ത്രി KB ഗണേഷ് കുമാറും മുൻമന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള പോര് പുതിയ തലത്തിലേക്ക്. KSRTC ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ്സുകളുടെ ഉദ്ഘാടനത്തിന് തന്നെ ക്ഷണിച്ചില്ലെന്ന് ആന്റണി രാജു പറഞ്ഞു. ഉദ്ഘാടനത്തിന് 1 മണിക്കൂർ മുൻപ് മുൻമന്ത്രി ബസ്സുകൾ സന്ദർശിച്ചു മടങ്ങി. ഗതാഗത വകുപ്പിൽ അടിമുടി പ്രശ്നമാണ്. KSRTC CMDയുടെ അവധി, ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് വകുപ്പ് മന്ത്രിയുടെ പരസ്യ ശകാരം, ഒടുവിൽ ഗതാഗത മന്ത്രിയും മുൻമന്ത്രിയും തമ്മിലുള്ള പോര് മറനീക്കി പുറത്തു വന്നു. KSRTC പുതുതായി വാങ്ങിയ ഇലക്ട്രിക് ഡബിൾ ഡക്കർ ബസ്സുകളുടെ ഉദ്ഘാടന പരിപാടി നേരത്തെ നിശ്ചയിച്ചത് ആന്റണി രാജുവിന്റെ മണ്ഡലത്തിലെ പുത്തരിക്കണ്ടം മൈതാനത്ത്. എന്നാൽ സ്ഥലം MLA ഒഴിവാക്കാൻ തൊട്ടടുത്ത മണ്ഡലമായ വട്ടിയൂർക്കാവിലെ വികാസ് ഭവനിലേക്ക് പരിപാടി മാറ്റിയെന്ന് ആക്ഷേപം. നീക്കത്തിൽ പ്രതിഷേധിച്ച് ആന്റണി രാജു ഉദ്ഘാടന ചടങ്ങിന് 1 മണിക്കൂർ മുൻപ് വികാസ് ഭവനിലെത്തി ബസ്സുകൾ സന്ദർശിച്ചു. ഇലക്ട്രിക് ബസ് തന്റെ കുഞ്ഞാണെന്നും പരിപാടിയുടെ വേദി മാറ്റിയത് എന്തിനാണെന്ന് അറിയില്ലെന്നും മുൻമന്ത്രി ആന്റണി രാജു. അപ്പോൾ ഇത് കിഴക്കേക്കോട്ട, തമ്പാനൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് KSRTCയുടെയും നഗരത്തിൻ്റെ ഒരു പ്രധാന ഹൃദയഭാഗം. അവിടെ വെച്ചൊക്കെയാണ് സാധാരണ ഉദ്ഘാടന കർമ്മം. തൈക്കാട് പോലീസ് ഗ്രൗണ്ട്. കഴിഞ്ഞ തവണ 50 ബസ്സുകൾ മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തത് വലിയ ചാലയുടെ കിഴക്കേക്കോട്ട തമ്പാനൂരിൻ്റെ തൊട്ടടുത്തുള്ള. അപ്പോൾ ഇത്തവണ ഇതൊരു ഒഴിഞ്ഞ ഒരു മൂലയിലാണ് ഇതിപ്പോൾ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞായതുകൊണ്ട്, എൻ്റെ കുഞ്ഞും കൂടെ ആണല്ലോ. അപ്പോൾ അതിനെ കാണാനുള്ളൊരു കൗതുകം കൊണ്ടൊന്ന് ഇറങ്ങിയെന്നുള്ളതേ ഉള്ളൂ. ഇലക്ട്രിക് ബസ് വിവാദത്തിൽ മുന്നണി ഇടപെട്ടതോടെ നിലപാട് മയപ്പെടുത്തിയ KB ഗണേഷ് കുമാർ ഉദ്ഘാടന വേദിയിൽ മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിലെ
പൊല്യൂഷൻ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെയധികം മുന്നേറാൻ ഈ പദ്ധതി കഴിഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതി ഏറ്റവും ഉപകാരപ്രദമായി ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ബസ്സിനെ പറ്റി പറഞ്ഞപ്പോൾ നഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നഷ്ടത്തെ പറ്റിയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഓടുന്ന കണ്ടീഷനിൽ ഏതാണ്ട് പകുതിയോളം വണ്ടികൾ 0യ്ക്ക് താഴെയാണ് വരുന്നത്. അത് മാറ്റും. ഗതാഗത മന്ത്രിയും മുൻ ഗതാഗത മന്ത്രിയും തമ്മിലുള്ള പോരിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെടുമോ എന്നതാണ് ശ്രദ്ധേയം. 24 തിരുവനന്തപുരം. ഇന്ന് സംഭവിച്ച വാർത്തകളുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.